ഈ ഗുരുവായൂരപ്പൻ പറയുന്ന വാക്കുകളാണ്, ഇപ്പോഴെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങേക്ക് നാളെ എന്റെ ഗതി വരും. എന്റെ ഗതി, എന്ത് ഗതി? ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം അമ്മാവനെ കൊല്ലേണ്ട അവസ്ഥ വന്ന ആളാണ് ഞാൻ. അത് പറയാനാ പരബ്രഹ്മമായുള്ള കൃഷ്ണനാണോ? ഭഗവാന്റെ ഉള്ളിൽ ആ പെയിൻ ഉണ്ട്, സ്വന്തം അമ്മാവനെ കൊന്നതിന്റെ എന്തൊക്കെയോ തരത്തിൽ. സ്വന്തം എക്സാമ്പിൾ വെച്ചിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരം ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാരണം അയാളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അയാൾ സംസാരിക്കണേ, അതിന് കൂടുതൽ വീര്യത ഉണ്ടാവും. ഭഗവാൻ സ്വന്തം എക്സാമ്പിൾ അങ്ങനെ വല്ലാതെ എല്ലായിടത്തും പറയാറില്ല, പറഞ്ഞിടത്തൊക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് സ്വന്തം എക്സാമ്പിൾ വെച്ച് സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ യുദ്ധം നിയന്ത്രിക്കാം, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്റെ അവസ്ഥ വരുന്ന പറഞ്ഞ ആളാ ഗുരുവായൂരപ്പൻ. ഇപ്പൊ വേണമെങ്കിൽ ദുര്യോധനെ പിടിച്ച് പൂട്ടിയിട്ടോളൂ, മറ്റേ സണ്ണി പറയുന്നുണ്ടല്ലോ പൂട്ടിയിടണം. ഇപ്പൊ വേണമെങ്കിൽ ഇട്ടോളൂ, എന്നാ ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ അവനെ കൊല്ലേണ്ടി വരും, എന്റെ ഗതി നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു കൃഷ്ണനെ നമുക്ക് ഭാരതത്തിൽ കാണാം. എന്നാൽ ഭാഗവത്തിലേക്ക് വന്നാലോ? എന്നതാ പറഞ്ഞേ, ആ ഒരു ഭാഗത്ത് മാത്രം നിൽക്കരുത്. അപ്പൊ അപ്പുറത്തെ കയ്യിലുള്ള പുസ്തകം നോക്കുക, അവിടെ കൃത്യമായിട്ട് പറയുന്നു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭഗവാൻ തന്നെ ഭാഗവതം, ഭഗവാന്റെ പൂർണ്ണാവതാരം തന്നെയാണ്. കുറച്ചുകൂടെ വിഷ്ണുവിനെ, കുറച്ചുകൂടെ ആ പരബ്രഹ്മ രൂപത്തെ ഭഗവാൻ പ്രകടമാക്കിയത് മഹാഭാരതത്തിലല്ല, അത് ഭാഗവത്തിലാണ്. രണ്ടും ഒരുമിച്ച് ചേർത്ത് വായിക്കും. ഈ ഗുരുവായൂരപ്പൻ പറയുന്ന വാക്കുകളാണ്, ഇപ്പോഴെങ്കിലും ഇത് ചെയ്തില്ലെങ്കിൽ അങ്ങേക്ക് നാളെ എന്റെ ഗതി വരും. എന്റെ ഗതി, എന്ത് ഗതി? ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടി സ്വന്തം അമ്മാവനെ കൊല്ലേണ്ട അവസ്ഥ വന്ന ആളാണ് ഞാൻ. അത് പറയാനാ പരബ്രഹ്മമായുള്ള കൃഷ്ണനാണോ? ഭഗവാന്റെ ഉള്ളിൽ ആ പെയിൻ ഉണ്ട്, സ്വന്തം അമ്മാവനെ കൊന്നതിന്റെ എന്തൊക്കെയോ തരത്തിൽ. സ്വന്തം എക്സാമ്പിൾ വെച്ചിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരം ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാരണം അയാളുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അയാൾ സംസാരിക്കണേ, അതിന് കൂടുതൽ വീര്യത ഉണ്ടാവും. ഭഗവാൻ സ്വന്തം എക്സാമ്പിൾ അങ്ങനെ വല്ലാതെ എല്ലായിടത്തും പറയാറില്ല, പറഞ്ഞിടത്തൊക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് സ്വന്തം എക്സാമ്പിൾ വെച്ച് സംസാരിക്കുമ്പോൾ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ യുദ്ധം നിയന്ത്രിക്കാം, ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്റെ അവസ്ഥ വരുന്ന പറഞ്ഞ ആളാ ഗുരുവായൂരപ്പൻ. ഇപ്പൊ വേണമെങ്കിൽ ദുര്യോധനെ പിടിച്ച് പൂട്ടിയിട്ടോളൂ, മറ്റേ സണ്ണി പറയുന്നുണ്ടല്ലോ പൂട്ടിയിടണം. ഇപ്പൊ വേണമെങ്കിൽ ഇട്ടോളൂ, എന്നാ ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ അവനെ കൊല്ലേണ്ടി വരും, എന്റെ ഗതി നിങ്ങൾക്ക് വരും. അങ്ങനെ ഒരു കൃഷ്ണനെ നമുക്ക് ഭാരതത്തിൽ കാണാം. എന്നാൽ ഭാഗവത്തിലേക്ക് വന്നാലോ? എന്നതാ പറഞ്ഞേ, ആ ഒരു ഭാഗത്ത് മാത്രം നിൽക്കരുത്. അപ്പൊ അപ്പുറത്തെ കയ്യിലുള്ള പുസ്തകം നോക്കുക, അവിടെ കൃത്യമായിട്ട് പറയുന്നു, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ശ്രീമദ് ഭാഗവതാക്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഭഗവാൻ തന്നെ ഭാഗവതം, ഭഗവാന്റെ പൂർണ്ണാവതാരം തന്നെയാണ്. കുറച്ചുകൂടെ വിഷ്ണുവിനെ, കുറച്ചുകൂടെ ആ പരബ്രഹ്മ രൂപത്തെ ഭഗവാൻ പ്രകടമാക്കിയത് മഹാഭാരതത്തിലല്ല, അത് ഭാഗവത്തിലാണ്. രണ്ടും ഒരുമിച്ച് ചേർത്ത് വായിക്കും.